പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് മാസം 7-ാം തീയതി ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന 3-ാമത്തെ ബുധനാഴ്ച സുഭാഷിതങ്ങൾ ശ്രവിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതോടൊപ്പം അപ്പസ്തോല പ്രവർത്തനങ്ങളിലും കൂടെയും ആ വചനവും ശ്രവിക്കുന്നു. ഇന്ന് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ദൈവാരൂപേ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ഇന്ന് സുഭാഷിതം 7-ാം അധ്യായമാണ് നമുക്ക് ശ്രവിക്കേണ്ടത്. ഒപ്പം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം സ്റ്റേഫാനോസിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം ശ്രവിക്കാം. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. വിശ്വാസത്തോടെ പ്രത്യാശയോടെ വചനം ഒരിക്കലും പാഴായി പോവുകയില്ല. ആ പ്രത്യാശയിൽ നമുക്ക് ഒന്നിക്കാം. സുഭാഷിതങ്ങൾ 7-ാം അധ്യായം. മകനെ, എൻ്റെ വാക്കുകൾ അനുസരിക്കുകയും എൻ്റെ കൽപ്പനകൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും. എൻ്റെ ഉപദേശങ്ങൾ കൺമണി പോലെ കാത്തുകൊള്ളുക. അവ നിൻ്റെ വിരലുകളിൽ അണിയുക, ഹൃദയ ഫലകങ്ങളിൽ കൊത്തിവയ്ക്കുക. ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന്, മൃദുല ഭാഷണം നടത്തുന്ന സ്വൈരിണിയിൽ നിന്ന് നിന്നെ തന്നെ സംരക്ഷിക്കാൻ ജ്ഞാനത്തോട് നീ എൻ്റെ സഹോദരിയാണെന്നും ഉൾക്കാഴ്ചയോട് നീ എൻ്റെ ഉറ്റ സുഹൃത്താണെന്നും പറയുക. ഞാൻ വീടിൻ്റെ ജനാലയ്ക്കൽ നിന്ന് വിരിക്ക ഇടയിലൂടെ വെളിയിലേക്ക് നോക്കി. ശുദ്ധഗതിക്കാരായ യുവാക്കളുടെ കൂട്ടത്തിൽ ബുദ്ധിശൂന്യനായ ഒരുവനെ ഞാൻ കണ്ടു. അവൻ വഴിക്കോണിൽ അന്തിമിനുക്കത്തിൽ രാത്രിയുടെയും ഇരുളിൻ്റെയും മറവിൽ അവളുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുടിലഹൃദയായ അവൾ വേശ്യയെപ്പോലെ ഉടുത്തൊരുങ്ങി അവനെതിരെ വന്നു. അവൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവളും തന്നിഷ്ടക്കാരിയുമാണ്. അവൾ വീട്ടിൽ ഉറച്ചിരിക്കാറില്ല. തെരുവിലും ചന്തയിലും ഓരോ മൂലയിലും മാറി മാറി അവൾ കാത്തിരിക്കുന്നു. അവൾ അവനെ പിടികൂടി ചുംബിക്കുന്നു. നിർലജ്ജമായ മുഖഭാവത്തോടെ അവൾ അവനോട് പറയുന്നു, എനിക്ക് ബലികൾ സമർപ്പിക്കാനുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ വ്രതങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. തന്മൂലം ഇപ്പോൾ ഞാൻ നിന്നെ കണ്ടുമുട്ടാനായി ആകാംക്ഷാപൂർവം അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. ഞാൻ നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഞാൻ എൻ്റെ തൽപ്പം വിരികൾ കൊണ്ടും ഈജിപ്തിലെ വർണ്ണപ്പകിട്ടാർന്ന പട്ടുകൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. ഞാൻ മീറ, അകിൽ, കറുവാപ്പട്ട എന്നിവയാൽ എൻ്റെ കിടക്ക സുരഭിലമായിരിക്കുന്നു. പ്രഭാതമാകുന്നതുവരെ നമുക്ക് കൊതി തീരെ സ്നേഹം നുകരാം. നമുക്ക് സ്നേഹത്തിൽ ആറാടാം. എന്തെന്നാൽ എൻ്റെ ഭർത്താവ് വീട്ടിലില്ല. അവൻ ദീർഘയാത്ര പോയിരിക്കുന്നു. സഞ്ചി നിറയെ പണവും കൊണ്ടുപോയിട്ടുണ്ട്. വെളുത്ത മാവിനെ തിരിച്ചെത്തു. ഒട്ടേറെ ഷഡ്വാക്കുകൾ കൊണ്ട് അവൾ അവനെ പ്രേരിപ്പിക്കുന്നു. മധുരമൊഴിയാൽ അവൾ അവനെ നിർബന്ധിക്കുന്നു. കശാപ്പുശാലയിലേക്ക് കാള പോകുന്നത് പോലെ, ഉടലിനുള്ളിൽ അമ്പു തുളഞ്ഞു കയറത്തക്ക വിധം കലമാൻ കുരുക്കിൽപ്പെടുന്നത് പോലെ, പക്ഷി കെണിയിലേക്ക് പറന്നു ചെല്ലുന്നത് പോലെ പെട്ടെന്ന് അവൻ അവളെ അനുഗമിക്കുന്നു. ജീവനാണ് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നതേയില്ല. ആകയാൽ മക്കളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അവളുടെ മാർഗത്തിലേക്ക് തിരിയാതിരിക്കട്ടെ. നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് അവളുടെ വഴികളിൽ ചെന്ന് പെടാതിരിക്കട്ടെ. എന്തെന്നാൽ അനേകം പേർ അവൾക്കിരയായി നിലം പതിച്ചിട്ടുണ്ട്. അതെ, അവൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടവർ അസംഖ്യമാണ്. അവളുടെ ഭവനം പാതാളത്തിലേക്കുള്ള വഴിയാണ്. മരണത്തിൻ്റെ അറകളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 7. സ്റ്റെഫാനോസിൻ്റെ പ്രസംഗം. പ്രധാന പുരോഹിതൻ ചോദിച്ചു, ഇതെല്ലാം സത്യമാണോ? അവൻ പ്രതിവചിച്ചു, സഹോദരന്മാരെ, പിതാക്കന്മാരെ, കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മെസ്സപ്പൊട്ടോമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷനായി. അവനോട് പറഞ്ഞു, നിൻ്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട്
ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവൻ കൽദായ ദേശത്ത് നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി. പിതാവിൻ്റെ മരണശേഷം അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. എങ്കിലും അവിടെ നിന്ന് അവന് ഒരവകാശവും ഒരു അടിസ്ഥലം പോലും കൊടുത്തില്ല. എന്നാൽ ഈ ദേശം അവനും പിൻതലമുറയ്ക്കും അവകാശമായി നൽകുമെന്ന് അവന് സന്താനമില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു. അവൻ്റെ സന്താനങ്ങൾ മറ്റുള്ളവരുടെ ദേശത്ത് പ്രവാസികളായിരിക്കുമെന്നും അവരെ വിദേശികൾ 400 വർഷത്തേക്ക് അടിമകളാക്കി പീഡിപ്പിക്കുമെന്നും ദൈവം പറഞ്ഞു. ദൈവം വീണ്ടും പറഞ്ഞു, അവൻ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും. അതിനുശേഷം അവർ പുറപ്പെട്ട് ഈ സ്ഥലത്ത് വന്ന് എന്നെ ആരാധിക്കുകയും ചെയ്യും. പിന്നെ അവിടുന്ന് അവനുമായി പരിച്ഛേദനത്തിൻ്റെ ഉടമ്പടി ചെയ്തു. അബ്രഹാത്തിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചു. 8-ാം ദിവസം അവനെ പരിച്ഛേദനം ചെയ്തു. ഇസഹാക്കിൽ നിന്നും യാക്കോബും യാക്കോബിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാരും ജനിച്ചു. ഈ ഗോത്രപിതാക്കന്മാർ അസൂയ കൊണ്ട് ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റു. എന്നാൽ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിച്ചു. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മുൻപിൽ അവനെ സമ്മതനും ജ്ഞാനിയുമാക്കി. രാജാവ് അവനെ ഈജിപ്തിൻ്റെയും തൻ്റെ ഭവനം മുഴുവൻ്റെയും മേൽ ഭരണാധികാരിയായി നിയമിച്ചു. അങ്ങനെയിരിക്കെ ഈജിപ്തിലും കാനാനിലും ക്ഷാമവും വലിയ കഷ്ടതയുമുണ്ടായി. നമ്മുടെ പിതാക്കന്മാർക്ക് ഭക്ഷ്യസാധനങ്ങളില്ലാതെ വന്നു. ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ അങ്ങോട്ടയച്ചു. അവർ 2-ാം പ്രാവശ്യം ചെന്നപ്പോൾ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി. ജോസഫിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഫറവോയും മനസ്സിലാക്കി. ജോസഫ് ആളയച്ച് പിതാവായ യാക്കോബിനെയും അവൻ്റെ എല്ലാ ബന്ധുക്കളെയും വരുത്തി. അവർ 75 പേരുണ്ടായിരുന്നു. യാക്കോബ് ഈജിപ്തിലേക്ക് പോയി. അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ഷെക്കേമിലേക്ക് കൊണ്ടുവന്ന് കല്ലറയിൽ സംസ്കരിച്ചു. ഈ കല്ലറ അബ്രഹാം ഷെക്കേമിലെ ഏമോറിൻ്റെ പുത്രന്മാരിൽ നിന്നും വെള്ളി നാണയങ്ങൾ കൊടുത്തു വാങ്ങിയതാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഈ നിമിഷങ്ങൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. വചനം ശ്രവിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ശ്രവിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനഭാഗം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നന്ദി. സ്നേഹപൂർവ്വം.